പറഞ്ഞതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? കഴുത്ത് പോയി നല്ല പ്രായത്തിൽ. അതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളാരും ഒന്നും മിണ്ടുകയില്ലാത്തത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, വാത്സല്യഭാജനങ്ങളായ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, നല്ല മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞാലല്ല അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കത്തുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞാൽ ഇതാ പ്രിയമുള്ളവർ പലരും വിളിക്കുകയല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനൊക്കെ പറഞ്ഞങ്ങ് പോവുക. നല്ല ദൈവമക്കളാണ്. വടക്കംപറവൂരെ ഞങ്ങളുടെ അഭിമാനമാണ് നിങ്ങൾ. എത്രയോ സ്നേഹം നിങ്ങൾക്ക് ഞങ്ങളോട്. ഞാൻ വന്നപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നില്ലേ, സ്നേഹിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പോകും. അതുകൊണ്ടായില്ല. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, ഈ സത്യം യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. ലോകം അവനെ കല്ലെറിഞ്ഞു. കണ്ടോ, ലോകം അവനെ എറിഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ലേ അവൻ്റെ കഴുത്ത് സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വിച്ഛേദിച്ച് ദൂരെ കളഞ്ഞത്. നല്ല പ്രായത്തിൽ കഴുത്തില്ലാത്തവനായി, തലയില്ലാത്തവനായി തീർന്നു യോഹന്നാൻ. ഓർക്കണം, യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രതി പ്രാർത്ഥിക്കുകയും ആർത്തു വിളിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ കല്ലുകളെ കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിക്കുമെന്ന് കർത്താവ് ഇതാ വാഗ്ദാനം ചെയ്തു. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കല്ല് പ്രാർത്ഥിക്കും കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എന്നെ സ്തുതിച്ചില്ലെങ്കിൽ കല്ലുകളെല്ലാം കൂടി സ്തുതിക്കുമെന്ന് പ്രിയമുള്ളവരെ തമ്പുരാൻ പറഞ്ഞിട്ടാ പോയത്. നടപ്പായോ? നടപ്പായി. കണ്ടോ? അപ്പോൾ ഓർക്കണം, ഇതാ കല്ലുകളെയും തടികളെയും പ്ലാസ്റ്റിക് കൂടുകളെയും പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളാക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാകാൻ വിളിക്കപ്പെട്ട നീ ദൈവത്തിൻ്റെ ആത്മാവിനെ പിണക്കി തിരിച്ചയച്ചെന്നർത്ഥം. അവൻ്റെ ജോലി ചെയ്യാൻ നീ സമ്മതിക്കുന്നില്ല. അത് തന്നെ കാര്യം. നമ്മുടെയൊക്കെ ഉള്ളിൽ തമ്പുരാൻ്റെ ആത്മാവ് വന്നത് ഇതാ നടുവേദന മാറ്റാൻ വേണ്ടിയാണോ? അല്ല. മുട്ടുവേദന മാറ്റാൻ വേണ്ടിയാണോ? അല്ല. പിന്നെന്താ? എന്തിനാ വന്നത്? യേശുവിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ മകനും മകളുമായി തീരാൻ വേണ്ടിയാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ഈ പുറകിലൊരു സാധനമുണ്ട്, നട്ടല്. കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല, പുറകിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ നമ്മളൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ടൊക്കെ ഇരുന്നില്ലെങ്കിൽ ഈ തേയ്മാനം, കഴുത്തിന് തേയ്മാനം വരും. അങ്ങനെ തേയ്മാനമുള്ള ആളുകളുണ്ടോ ഇതിനകത്ത്? കാണും. ഭയങ്കര വേദനയാണ്. അപ്പം സത്യത്തിൽ അതുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണം? കട്ടിലയിൽ നീണ്ടു നടന്ന് കിടന്ന് ഉറങ്ങണം. തലയണയൊക്കെ ചെറിയ തലയണ വെച്ച് കിടന്നുറങ്ങണം. സത്യത്തിൽ നമ്മുടെ ആളുകൾ വളരെ പ്രയാസപ്പെട്ട് ഇതാ തലയൊക്കെ വേദനിക്കുന്ന രീതിയിൽ ഇരുന്നുറങ്ങുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാര്യം എന്നാണെന്നറിയോ? എനിക്ക് ഈ ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആളാണ്. അതാ ഞാൻ ഈ മൈക്കും കൈപ്പിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ അന്നേരം തന്നെ കുറേ നേരം കഴിയുമ്പോൾ നടുവേദന വരാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങുകയും തിരികെയൊക്കെ ചെയ്ത് നിന്നില്ലെങ്കിൽ 1/4 മണിക്കൂർ കഴിയുമ്പോൾ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെയൊക്കെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നാണെന്നറിയോ? നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം തേയ്മാനം വരുമോ എന്നൊരു ഭയം. അതുകൊണ്ട് നമ്മുടെ ദൈവമക്കളെ, പ്രായമായ ആളുകളെ സംബന്ധിച്ച് കുഴപ്പമില്ല. കാരണം അവർക്ക് വീട്ടിൽ ഇരുന്ന് ഉറക്കമില്ലാത്തതുകൊണ്ടാണല്ലോ അവരിവിടെ വന്നിരിക്കുന്നത്. അവരോട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഈ ചെറുപ്രായക്കാർ ഇതാ പരിശുദ്ധാത്മാവിനെ ഉപകരണമാക്കേണ്ട ദൈവമക്കൾ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്കങ്ങ് മനപ്രയാസം വരുന്നു. അപ്പോൾ ഒരാൾ മനസ്സിരുന്ന് പറയുക, തിരുമേനിക്ക് പ്രായം കുറവാണെന്ന് തോന്നുന്നതേ ഉള്ളൂ, എനിക്ക് പ്രായമുള്ളതാ. കാരണം എന്താ? ഇപ്പം പ്രായമുള്ള ആളെ കണ്ടാൽ തിരിച്ചറിയുകയല്ല, കൊച്ചു പയ്യനാണെന്ന് ഓർക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ കാസർഗോഡ് കിഡ്നി സ്റ്റോണായിട്ട് കിടക്കുക, ഭയങ്കര വേദന. അങ്ങനെ കിടക്കുന്ന സമയത്ത് കോട്ടയത്തു നിന്നൊരു ഡോക്ടർ തൻ്റെ കൂട്ടുകാരത്തെ വിളിച്ചു, എടി ഞങ്ങളുടെ തിരുമേനി അവിടെ കിടക്കും, നീ പോയൊന്ന് കാണണം. അങ്ങനെ ആ പെങ്കൊച്ചെന്നെ കാണാൻ വന്നു. കൂട്ടത്തിലൊരു പയ്യനുമുണ്ട്. ഞാൻ ചോദിച്ചു, അങ്ങനെ ഉണ്ട് തിരുമേനി വേദന? അപ്പം എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവൾ വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത്, ഭർത്താവായിരിക്കുമല്ലേ? എന്നപ്പോൾ നല്ല പപ്പായ.
കണ്ടാൽ 10-27 വയസ്സേ തോന്നത്തുള്ളൂ. പക്ഷേ അപ്പോൾ ചിലപ്പോൾ പ്രായമായിട്ടായിരിക്കും ഓരോ ആളുകളൊക്കെ ഇരുന്ന് ഉറങ്ങുന്നത്. നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഇത്. ഇപ്പോഴത്തെ കാലത്ത് പ്രായവും നിർണ്ണയിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആരെയാണ് ബഹുമാനിക്കേണ്ടത്, ആരെയാണ് ബഹുമാനിക്കേണ്ടാത്തതെന്നൊന്നും അറിഞ്ഞുകൂടാ. വടക്കംപരൂർ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളാരും എന്തു ചെയ്യരുത്, ഉറങ്ങിപ്പോരുത്. അപ്പോൾ പിശാചിൻ്റെ ഒരു പരിപാടിയാണ്, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എന്തു ചെയ്യും, ഉറക്കിക്കളയും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞെന്താണ്, നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. അതിരുന്ന് കരയുക, സാക്ഷിയാകാതിരിക്കാനായി, സാക്ഷിയാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടി വന്നതാണ്. ആത്മാവിരുന്ന് കരയുക. ഇനി പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതാ ഞാൻ ഈ വടക്കംപറവൂർ പള്ളിയിലോട്ട് പോരുന്ന സമയത്താണ് ഈ കതറിട്ട ചേട്ടനെക്കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു. ഈ ചേട്ടനെക്കുറിച്ച് നല്ല കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഈ ധ്യാനം നടത്താനായിട്ട് അച്ഛൻ അനൗൺസ് ചെയ്തപ്പോൾ, വെറുതെ പറയുകയാണ്, പ്രശ്നക്കാരാക്കരുത്, ഇനി ആ നാളെയൊക്കെ വരേണ്ടതാണ്. ഞാൻ ഈ ധ്യാനത്തിന് വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ധ്യാനം വേണ്ടെന്ന് പറഞ്ഞ ഈ ചേട്ടനാണ്. അതോടുകൂടി എനിക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായി. പോന്നപ്പം വടക്കംപുറ ഒരു പള്ളി വന്നു കഴിയുമ്പോൾ തക്കത്തിന് കിടാണ് ഈ പുള്ളിക്കൂട്ട് ഒരെണ്ണം കൊടുക്കണം. നേരെ കണ്ടാലേ കുഴപ്പമുള്ളൂ. മുറിയിലെങ്ങാനും കയറി വരികയാണെങ്കിൽ ഒരെണ്ണം കൊടുക്കണം. ഞാനിത് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നത്. കുക്കിലിയോനൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു. ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ എന്നെ കണ്ട് ചിരിച്ച് കാണിച്ചു, ഞാൻ ചേട്ടനെ കണ്ട് ചിരിച്ച് കാണിച്ചു. ചേട്ടൻ എന്തെങ്കിലും വേദന ഉണ്ടായോ? എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവസരം കിട്ടിയാൽ 3 ദിവസത്തിനുള്ള ഒരെണ്ണം കൊടുക്കും ഞാൻ. ആ ചേട്ടൻ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായോ? ഒന്നും പറയുന്നില്ലല്ലോ. ഉണ്ടായോ? ഇല്ല. കാരണം എന്താ? ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിച്ച് കാണുന്നു. അവരുടെ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താ? എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്. ഞാൻ ഈ സംഭവം നിങ്ങളോട് ആരോടും പറഞ്ഞില്ല. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഈ സംഭവത്തെ സംബന്ധിച്ച്? ഒരു സംഭവമില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് ഈ ചേട്ടൻ്റെ ഒരു വീക്കി ചേട്ടന് വേദനയെടുത്തു മേളിൽ നിന്ന്. നിങ്ങൾക്ക് വേദന ഉണ്ടായോ? ഇല്ല. ആ ചേട്ടനോർത്ത്, എന്നാലും ഈ പുള്ളി ധ്യാനത്തിന് വന്നിട്ട് എനിക്കിട്ട് വീക്കി കളഞ്ഞിട്ട് ഇങ്ങേർക്കിട്ട് എന്നാ ഒരു പണി കൊടുക്കാൻ പറ്റുക? അദ്ദേഹത്തിന് വേദനയായി. എനിക്ക് വേദനിച്ചില്ല, അദ്ദേഹത്തിന് വേദനയായി. ഞാൻ പോയ പുറകെ ഇവിടുത്തെ സെക്രട്ടറിയും ട്രസ്റ്റിയും വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ആ മെത്രാച്ചൻ ധ്യാനഗുരു പുള്ളി എനിക്കിട്ട് തല്ലി. പുറത്തോട്ടിറങ്ങിയിട്ട് നാളെ ധ്യാനം വേണ്ട. ആളുകൾ ചോദിച്ചു അതിനാ കാര്യം, നല്ല ധ്യാനമായിരുന്നല്ലോ. ഉടനെ പറഞ്ഞു, ആ മെത്രാച്ചൻ ഈ അദ്ദേഹത്തിൻ്റെ കീച്ചിച്ചാ പോയി ഒരെണ്ണം കൊടുത്തു. അതുകൊണ്ട് ഇനി കൈ പൊക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുരോഹിതനോട്. കൈ പൊക്കി, ഇനി വേണ്ട ധ്യാനം. അപ്പോൾ നിങ്ങൾ പരസ്പരം പറയാം, എന്നാലും മോശമായിപ്പോയി, ഇങ്ങനൊക്കെ ചെയ്യാവോ? മോശമായിപ്പോയി. നിങ്ങൾക്ക് വേദന എടുത്തോ? നേരം വേദനിച്ചു. നിങ്ങൾക്ക് മനസ്സിൽ വേദന തോന്നി പ്രിയമുള്ളവരെ. പക്ഷേ പറയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും വേദന തോന്നിയോ? ഇല്ല. അപ്പൊ എപ്പോഴാണ് നിങ്ങൾക്ക് വേദന ഉണ്ടായത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം ഒരു പ്രവൃത്തിയായി പുറത്തു വന്നപ്പോൾ മനുഷ്യർക്ക് വേദനയായി. എന്നാൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഈ സംഭവം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരാൾക്ക് വേദനയായി. ആർക്കാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിന്. അവൻ അടി കിട്ടി. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയെ വായി വരുന്ന പുഴുത്ത തെറിയെല്ലാം പറയാനായിട്ട് ഇതാ മനസ്സിനകത്തിരിക്കുന്നതേ ഉള്ളൂ, പറയുന്നില്ല. ഭർത്താവ് ഇന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അകത്തുകൂടെ എന്നാ ഇരിക്കുന്നത്? കൊടുക്കണമല്ലോ, ഇട്ടി കൊടുക്കണം, ഇതെല്ലാം മനസ്സിലിരിക്കുക. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇതെല്ലാം മനസ്സിലിരിക്കുക. മോളെ എഴുന്നേറ്റ് കഴിച്ച് കുടിച്ച് എന്ന് പറഞ്ഞു. വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ടാ. പക്ഷേ നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് കരയുക. നിന്റെ ഉള്ളു കണ്ടിട്ട് കരയുക. നീ ഒരുത്തനോട് പണം വായ്പ മേടിച്ചു. സഹോദര, ഒരു 10 ലക്ഷം രൂപ ഇങ്ങനെ വായ്പ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തന്നേക്കാം. നമ്മുടെ വേദന കണ്ടപ്പം അങ്ങേരുടെയും കണ്ണ് നിറഞ്ഞു.
ജപ്തിക്കാർ നിൽക്കുക. ഇതാ പിള്ളേർ കരയുന്നു. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരുമല്ലേ, എന്നാൽ കൊടുത്തേക്കാം. നമ്മുടെ ഉള്ളിലറിയാം കൊടുക്കാൻ പറ്റുകയില്ലെന്ന്. നമ്മുടെ ഉള്ളിലറിയാം കൊടുക്കാൻ പറ്റുകയില്ലെന്ന്. ഇതാ നീ അവനെ ചതിക്കാൻ പോവുകയാണെന്ന് അവന് പോലും അറിഞ്ഞുകൂടാ. നിന്റെ ഉള്ളിലറിയാം. ആര് കരയുക? പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് കരയുക. കണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വ്യാപാരങ്ങളും പാപങ്ങളും കൊണ്ട് നിന്റെ മനസ്സ് വെറുപ്പ് കൊണ്ട് നിറഞ്ഞ ആളാണോ? വിദ്വേഷം കൊണ്ട് നിറഞ്ഞ ആളാണോ? വൈരാഗ്യം കൊണ്ട് നിറഞ്ഞാണോ ഇരിക്കുന്നത്? മ്ലേച്ഛതകളാണോ? ഇതാ പുറത്തോട്ടിറങ്ങി നോക്കിയാൽ ഉടനെ മ്ലേച്ഛതകൾ ഹൃദയത്തിനുള്ളിൽ. നല്ലതൊന്നും കാണാൻ പറ്റുന്നില്ല. നോക്കുന്നിടത്തെല്ലാം തിന്മയാ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓർക്കണം, ഈ വൃത്തികെട്ട സ്ഥലത്ത് വേണം ആരിരിക്കാൻ? യേശുവിൻ്റെ സാക്ഷിയായി മനുഷ്യനെ വിശുദ്ധനായി ഉയർത്തി നിർത്താൻ വേണ്ടി ഇറങ്ങി വന്ന ആത്മാവ് ഇരിക്കേണ്ടത് എവിടെയാ? ഈ വൃത്തികെട്ട സ്ഥലത്ത്. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അഹങ്കാരവും സ്വാർത്ഥതയും മ്ലേച്ഛതയും ജഡീകതയും. നമുക്കറിയാം, നമ്മൾ പള്ളിയിലിരുന്ന് തെറിയൊന്നും പറയുകയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചീത്ത പറഞ്ഞിട്ടില്ലാത്തൊരു യോഗയ്ക്ക് ആരുമില്ലേ? മാ ചാപ്പു പാക്കാപ്പു എന്തുമാത്രമുണ്ട് സാധനം. ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്ത യോഗയ്ക്ക് ഒറ്റ മനുഷ്യനില്ല. അപ്പം ഈ സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു അതിശയവും തോന്നിയില്ല. ചായയും പൂവും കായും ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റ അക്ഷരേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കി എന്നാന്ന് ഫില്ല് ചെയ്യാൻ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എഴുതി തന്നാൽ എഴുതിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഉദ്ദേശിച്ചിങ്ങോട്ട് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യും. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ഈ സാമാന ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? ഉണ്ട്. ഇനിയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ വീട്ടിലെങ്ങാനും അയലോക്കംകാരനെങ്ങാനും നമ്മുടെ പറമ്പിലോട്ട് അവൻ്റെ പറമ്പിലോട്ട്, അല്ലെ നമ്മുടെ പ്ലാവ് അവൻ്റെ പറമ്പിലോട്ട് നിൽക്കുന്നു. അവനതിൻ്റെ 2 കമ്പ് വെട്ടി നമ്മൾ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് ചാടും. എടാ മറ്റവനെ വെട്ടുവായി എടുത്തോണ്ട് ഉള്ളിലുണ്ട് ഈ സാമാനം, അതുകൊണ്ടല്ലേ ചാടിയത്. നിന്റെ ഉള്ളിൽ ദൈവപുത്രന് പകരം കുടികൊള്ളുന്നത് കുട്ടിപ്പിശാച്, അതിൻ്റെ സ്വഭാവങ്ങൾ. ആര് കരയുന്നു പ്രിയമുള്ളവർ? ഉള്ളിരിക്കുന്ന തമ്പുരാൻ്റെ ആത്മാവ് കരയുക. കണ്ടോ? കരയുക. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈ ആത്മാവ് പുറപ്പെട്ടത് എങ്ങോട്ടോ? എവിടുന്നാ? അപ്പൻ്റെ നെഞ്ചത്തൊന്ന് പൊട്ടിയതാ. മോനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എൻ്റെ ശരീരം ഞാൻ നിനക്ക് പങ്കുവെച്ച് തരാം. എൻ്റെ മനസ്സ് സുവിശേഷം. അതാ മനസ്സ്, യേശുവിൻ്റെ മനസ്സാ സുവിശേഷം. എൻ്റെ മനസ്സിതാ എല്ലാവരെയും സുഖപ്പെടുത്തുക, എല്ലാവരെയും രക്ഷപ്പെടുത്തുക. അതൊക്കെ എൻ്റെ മനസ്സാണ്. എൻ്റെ ആത്മാവിനെയും കൂടെ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. പരിശുദ്ധാത്മാവിനെ തരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മകനെ എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു. അങ്ങനെ പറഞ്ഞവനോട് ജീവിതം കൊണ്ട് നാം നടത്തുന്ന പ്രവൃത്തിയായത് ഹൃദയത്തിൽ ഈ പാപങ്ങൾ. അങ്ങനാണെങ്കിൽ ഈ ഭൂമിയിൽ ഞാനൊരു പാപം ചെയ്യുമ്പോൾ ഇവിടെ മാത്രമല്ല വേദന ഉണ്ടാകുന്നത്, എവിടെയും കൂടെ വേദന ഉണ്ടാവും. അപ്പൻ്റെ നെഞ്ചത്ത്. ഞാനിപ്പോൾ ഒരു തെറി പറഞ്ഞാൽ ആ പറയുന്നതിന് മുമ്പ് പറയാനൊരുങ്ങുമ്പോൾ തന്നെ അപ്പൻ്റെ, ഞാനിപ്പോൾ നല്ലൊരു പൂത്ത സാധനം ഈ ചേട്ടനെ അങ്ങോട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. കേട്ട ഉടനെ പുള്ളി ഒന്ന് വിറച്ച് അല്ലേ? നമ്മുടെയൊക്കെ വാക്ക് കേട്ട് കഴിയുമ്പോൾ മറ്റേ ആൾക്ക് എന്താണ്? കിലുകിലാന്നൊരു വറക്കൽ. അതുകൊണ്ടല്ലേ ചില സ്ത്രീകൾ ഇറങ്ങി വീട്ടിലോട്ട് പോകും. എന്താണ്? എൻ്റെ തന്തയ്ക്ക് വിളിച്ചു, അപ്പനെ വിളിച്ചു, ഞാൻ പോവുക. എന്നിട്ട് പിന്നെ തിരുമേനി ഡേറ്റ് വല്ലതും ഉണ്ടോ, നമുക്കിതൊന്ന് കോംപ്രമൈസ്. ഇന്നിങ്ങോട്ട് പോരുന്ന സമയത്തും കേട്ടു ഒരു പെണ്ണ് വിളിച്ചിരിക്കുക, അനിയത്തിയെയും ഭർത്താവിനെയും ഒന്ന് കോംപ്രമൈസ് ചെയ്യിച്ച് റെഡിയാക്കി വിടണം. ഓർക്കണം, പുളിച്ച വാക്കുകൾ നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ അത് മറ്റൊരുത്തൻ്റെ നെഞ്ച് കുത്തിക്കീറും. ഭർത്താവ് പറയുന്ന ചില ക്രൂരവാക്കുകൾ ഭാര്യയുടെ നെഞ്ച് കുത്തിക്കീറുന്നു. മാതാപിതാക്കന്മാർ
ഇതാ പ്രാഗി പറയുന്ന ചില വാക്കുകൾ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്ത് പിച്ചാത്തി കയറ്റുന്നതിന് തുല്യം. ചില പിള്ളേർ വന്നൊന്ന് കരയുന്ന കാണാം. ഞാൻ ചോദിക്കും, മക്കള് മാതാപിതാക്കൾ ചില പ്രശ്നക്കാരായ പിള്ളേരെ എൻ്റെ അടുക്ക കൊണ്ടുവരാറുണ്ട്. പ്രശ്നക്കാർ. ഈ അടുത്ത കാലത്ത് ഒരു പെങ്കൊച്ചനെയും കൊണ്ട് അമ്മ വന്നു. അമ്മ നല്ല ഭക്തയാണ്, മിക്കവാറും ഒരു ധ്യാനവും വിട്ടുകളയാത്ത സ്ത്രീ. മകൾ അനുസരണക്കേട് രണ്ടും. അപ്പം മൂത്തതിനെയാണ് കൊണ്ടുവരുന്നത്. മൂത്തതിനെ പ്രേമം. കൂട്ടത്തിൽ രണ്ടാമത്തേതിനെയും വിളിച്ചു. ഉടനെ പറഞ്ഞു, ഞാനെങ്ങും ഇല്ലെന്ന് പറഞ്ഞു ഈ പരിപാടിക്ക്. കാരണം എന്താ? അമ്മ ഇത്രയും കാലം ധ്യാനം കൂടിയിട്ടും യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ധ്യാനത്തിന് തിരുമേനി പഠിപ്പിച്ചു വിട്ട പോലെ അമ്മയോടെ വന്ന് ചില വർത്താനമൊക്കെ പറയുന്നു. വായിന്ന് വരുന്നത് കേട്ടാൽ ഇതാ അന്നേരെ ജോർദാൻ നദിയിൽ പോയി കുളിച്ചാൽ പോലും തീരുകയില്ലാത്തത്ര മനപ്രയാസം ഉണ്ടാകും. അതാണ് അവസ്ഥ. ഇളയ മകൾ വരുന്നില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അവൾ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും മേലോട്ടൊക്കെ നോക്കിയായിരിക്കും. മൂത്ത മകളുടെ കാര്യമെല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പം രണ്ടാമത്തെ മകളെ പിടിച്ചു. ഇവള് പഠിക്കുകയില്ല, വീട്ടിലെ ജോലി ചെയ്യുകയില്ല, ഒരു കാര്യവും ചെയ്യുകയില്ല. ആ മൊത്തത്തിൽ നോക്കി സത്യത്തിൽ ഒരു നന്മയില്ലാത്തവൾ. അമ്മയുടെ സർട്ടിഫിക്കറ്റും വെച്ച് നോക്കിയിട്ട് ജീവിതത്തിൽ ഒരു നന്മയില്ലാത്തവൾ. ഞാൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാനെന്നിട്ട് വെറുതെ പറഞ്ഞു, ഇവക്ക് ഞാൻ ഈ പറയുന്നതിനോടൊന്നും താല്പര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു, സത്യത്തിൽ അവൾ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്തേലുമൊക്കെ നന്മ അവൾക്കുണ്ടാവും, എന്തേലുമൊക്കെ അവൾക്ക് കാണുമായിരിക്കും. അതുകൊണ്ടൊക്കെ അവൾ നിൽക്കും. ഞാൻ പഠിക്കുന്നില്ലെങ്കിൽ ചിലപ്പം സ്പോർട്സിനോ. അന്നേരം അവൾ എന്നോട് പറഞ്ഞു, സ്പോർട്സിൽ എന്തോ ഒരു സാധനത്തിന് എനിക്ക് ഫസ്റ്റാന്ന് പറഞ്ഞു. ഫസ്റ്റ് കിട്ടി ഡിസ്ട്രിക്റ്റിലങ്ങാണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടോ, അവൾക്കുണ്ട് കഴിവ്. അവൾ അതുകൊണ്ടൊക്കെ വലുതായിക്കോളും. അതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ അവളെ അങ്ങ് വിട്ടേരെ. അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, സത്യത്തിൽ ഈ മമ്മി ഇങ്ങനെ എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നാ കാര്യം ചെയ്താലും നിന്നെ വേദനിപ്പിക്കുന്നു, നിന്നെക്കുറിച്ചൊരു നന്മയും പറയുന്നില്ല എന്നൊക്കെ അവളുടെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു,